അങ്ങനെ ഋഷികേശ് എത്തി. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ടാവും, നമ്മൾ ചെക്കന്മാരുണ്ട്, അപ്പോൾ അവർക്ക് പോകണം. അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് മെല്ലെ പോവാം. അങ്ങനെ കേദാർനാഥിക്ക് പോകാനുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ്. ഇവിടുന്ന് ശ്രീനഗർക്ക് വണ്ടി കയറുക. ഞാനുണ്ട്, അഫ്നാനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് ഇനി സുബൈക്കേ വണ്ടിയുള്ളൂ, 5 മണിക്ക് വണ്ടിയുള്ളൂ. അപ്പോൾ 3-ാം തീയതി കേദാർനാഥ് അടക്കും. അപ്പോൾ ഞങ്ങൾക്ക് സുബൈക്ക് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ച് പോകാമായിരുന്നു. മൊത്തം 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ലിഫ്റ്റ് കിട്ടുമോ നോക്കാം. ഓക്കെ, ദീപാവലി ആഘോഷിക്കും. ഋഷികേശ് രാത്രി കാഴ്ചകൾ ദീപാവലി പ്രമാണിച്ച് ഫുൾ ലൈറ്റായ വെള്ളം പറ്റി. ദീപാവലിയായിട്ട് ഫുൾ പറക്ക കച്ചവടം ഓണം. കേദാർനാഥ് 3-ാം തീയതി അടക്കുന്നതുകൊണ്ട് വലിയ സീനാണ്. അവിടെ എത്തുമോ എന്നുള്ള ഡൗട്ടാണ്. 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അറ്റം പോയിട്ട് അത് ഓപ്പൺ അല്ല പറഞ്ഞാൽ ആകെ അതറ്റം പോയിട്ടില്ല എന്നാണ്. ശ്രീനഗർക്ക് തന്നെ പോകണം. അങ്ങനെ ഓട്ടോറിച്ച് തന്നെ കിട്ടി. എടുത്തുനിന്ന് തന്നെ കിട്ടി. എല്ലാം ഇടങ്ങാറായില്ല. വേറെ വണ്ടി ബലോടെ കിട്ടി. ഇന്നലെ രാത്രി ഫുള്ളാ ലോറിക്കാരുടെ വണ്ടിയിലേക്ക്. നല്ല ഓടിക്കാതെ പിന്നെ വെള്ളം അടിച്ച് തുടങ്ങിയുണ്ട്. ഇനി അതിൽ പോലെ അടുക്കില്ല. ഗംഗൻ്റെ കാഴ്ചകൾ കണ്ടു പോകും. ഈ കാഴ്ച അങ്ങനെ രുദ്രപ്രയാഗ് എത്തി. ഏകദേശം ഇനി ഇവിടുന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ യാത്ര. 4 മണിക്കൂർ കേദാർനാഥ്ക്ക്. രുദ്രപ്രയാഗ് ഒരു ചെറിയൊരു ടൗണാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട്, കുറച്ച് വിൻ്റർ ക്ലോത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് ഫുഡ് കഴിക്കണം. ഇന്നലെ സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് നട്ട് 4-5 ദിവസമായി. എന്തെങ്കിലും പൈസ കൊടുത്ത് നിന്നോ? തിന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. വെള്ളം ഗുരുദ്വാര കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നൊന്ന് നല്ല പൈസ. ഇവിടെ ഒരു ആലുപുറോട്ടക്ക് 50 റുപ്യാണ്. അപ്പോൾ അങ്ങനെ ഹെവി തിന്നണോ? ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് എല്ലാ വണ്ടി കിട്ടും നോക്കട്ടെ. അപ്പോൾ നമ്മൾ രുദ്രപ്രയാഗിലെത്തി. ഇവിടെ കിടിലം പരിപാടികളുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 3.5 മണിക്കൂർ കൊണ്ട് സോൺപ്രയാഗിലെത്തും. അവിടുന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യല്. അപ്പോൾ അതാ നമ്മളെ ബസ്. ഇതാ ഡ്രൈവർ. കിടിലം വണ്ടി എടുക്കാനായി ഡ്രൈവർ വണ്ടി എടുക്കണം. നമ്മളെ ചേച്ചി. മൊത്തം പരിപാടി അടിപൊളിയാണ്. അങ്ങനെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേദാർനാഥ്ക്ക് സോൺപ്രയാഗിലേക്ക് പോകും. അവിടുന്ന് ഒരു 50 രൂപേൻ്റെ ഇതുണ്ട് കേദാർനാഥ്. പിന്നെ അവിടുന്ന് ട്രക്കിങ് ഇൻഷാല്ലാ ഒരു 3 മണിയാകുമ്പോൾ ട്രക്ക് ചെയ്യണം. ഒരാൾക്ക് 200 രൂപേൻ്റെ ഇവിടുന്ന് അങ്ങോട്ട്. ഇതാണ് പോണ്ട റൂട്ട്. ഗംഗാ നദി ഒഴുകുന്നു. നമ്മൾ സോൺപ്രയാഗിലെത്തി. ഞാൻ സോൺപ്രയാഗിലുള്ള കാഴ്ച. ഇവിടുന്ന് അത്യാവശ്യം നടക്കാണ്ട്. അത്യാവശ്യം പറഞ്ഞാൽ 23 കിലോമീറ്റർ നടക്കണം. നമുക്ക് തുടങ്ങണുള്ളൂ. ഞാൻ ഫുൾ സെറ്റ് വടിയൊക്കെ പിടിച്ച് വല്യമാരന്മാർക്കതാ. ഞാൻ ഇങ്ങനെ നടക്കന്നെ. ബാത്റൂം എന്നൊക്കെ പറഞ്ഞോ. ഇവിടെ ഇരിക്കുക. കർഷക മൂടി ചാടി നല്ല വ്യൂ കണ്ട് അങ്ങനെ ഇരിക്കന്നെ.
ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ കാഴ്ച ഞങ്ങൾ കേദാറിൻ്റെ കയറാൻ പോകുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 16 കിലോമീറ്റർ അങ്ങോട്ടും 16 കിലോമീറ്റർ ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെ കയറില്ല. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്ന ടൈമാണ്. കയറി ഒരു വിധമായി. ഇപ്പോൾ 4 കിലോമീറ്റർ ആയിട്ടില്ല, ഇനി 14 കിലോമീറ്റർ ബാക്കിയാണ്. അല്ലാ കഴിഞ്ഞിട്ടുള്ളത് പറയാം. 4 കിലോമീറ്റർ ബാക്കി പറയുമ്പോൾ 4 കയറ്റുള്ളൂ, നടക്കൂല. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ഇതാ ഒരു ബേസ് ക്യാമ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്ര വലിയ ബേസ് ക്യാമ്പ് ഒന്നുമില്ല, പക്ഷേ കിടില സ്ഥലമാണ്. കണ്ടോ, കിടിലം വ്യൂവും പരിപാടിയൊക്കെയുള്ള അടിപൊളി സ്ഥലം. പക്ഷേ തണുപ്പ് -ലാണ്. അതാ മഞ്ഞ അവിടെ ഉണ്ട് കുറച്ച്, ഇങ്ങോട്ട് മഞ്ഞ് കാണില്ല. പക്ഷേ വൈബാണ്. പക്ഷേ എണ്ടുണ്ട് കിടക്കുന്നുണ്ടോ. ഇന്നലെ 10 മണിക്ക് ഉറങ്ങി തുടങ്ങിയതാണ്, ഇന്നിപ്പോൾ 8 മണിയായി. നീച്ചില്ലപ്പോഴും ഇപ്പോൾ എല്ലാം കയറി തുറക്കണം. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേനും നടക്കും, ടോപ്പിലെത്തും. ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. നാളെ അവിടെ ഒരു കിട്ടില്ല പരിപാടി ഉണ്ട്. കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പരിപാടിക്ക് പോകണം. ഇവിടെ ട്രക്ക് ചെയ്യാൻ താല്പര്യത്തിൽ ഫുൾ ഹെലികോപ്റ്റർ അവിടെ ഒന്നും പോണുണ്ടോ. മക്കളെ, ഏതാണ് കാഴ്ച, രാവിലെ തന്നെയുള്ള കാഴ്ച. ഇവിടെ നിന്ന് ഇവിടെ ടെൻ്റ് അടിച്ച്. ഇന്നലെ തീരെ വെയ്യാനും തീരെ വയ്യ. 16 മണി 14 കിലോമീറ്റർ പകുതി ആയിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് ട്രക്കിങ് പുനരാരംഭിച്ചു. ഇനി ഒരു 4 കിലോമീറ്റർ ഉണ്ട് കേദാർനാഥ് ടെമ്പിൾക്ക്. ആ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് 16 കിലോമീറ്റർ. ഇവിടെ 3 സർവീസ് ഉണ്ട്. ഒന്ന് നമുക്ക് നടന്നു പോവാം, പിന്നെ ഇതേമാർക്ക് കുതിരൻ്റെ ഒപ്പം പോവാം, പിന്നെ ഒന്നുള്ളത് ഹെലികോപ്റ്റർ മിനിറ്റിന് ഇങ്ങനെ പോവും. ഞാൻ കുഴങ്ങി പനിയും തൂറുള്ളത്. അങ്ങനെ ഇതാണ് വ്യൂ. ഇങ്ങനെ ഉണ്ടോ ഫുൾ മല. ഞാൻ ഫുട്ബോൾ കളിക്കാരൊക്കെ ഭയങ്കര സ്റ്റാമിന ആവുന്നു. ഇവിടെ എൻ്റെ പോലത്തില്ല. ഇവിടെ മച്ചങ്ങ പോകണ്ട താത്ത തോന്നും. നമ്മൾ ഈ മൊണ്ടന്മാർക്ക് കൈ ഉണ്ടാക്കാറില്ല. ഒരു ഫുള്ള് ഇങ്ങനെ നേരെ കുപ്പിനെ കയറ്റിക്കൂടെ എന്നാൽ സുഖമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് അഫ്നാൻ വാങ്ങി ഉണ്ടോ? ഇഫ്താൻ അഫ്നാൻ വാങ്ങിയില്ലേ? ഇവിടൊക്കെ ഒരു ചായക്ക് 20 ഉറുപ്പിയാണ്. 30 അതിന് മേലെ 30. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ എത്തുന്നു. ഫുഡ്, ബിസ്ക്കറ്റ്, ആപ്പിള്, പഴം, ഓറഞ്ച്, ബ്രെഡ്, ജാമൊക്കെ ആയിട്ട് വന്നിക്കാം. എന്നിട്ട് ഇവിടെ നല്ല എക്സ്പെൻസ്. ഒരു മാഗിക്ക് ഉണ്ട് 60 ഉറുപ്പ്യ 70 ഉറുപ്പ്യ. ആപ്പിള് എടുത്തെത്താനായി. സ്റ്റേറ്റിൽ നിന്ന് അങ്ങനെ നടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറഞ്ഞു എന്നിട്ടല്ലേ പവർ ഇട്ടോളൂ. ശരിക്കും മൗണ്ടൻ ഡ്യൂ ആണ് കിട്ടേണ്ടത്, പക്ഷെ ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം എത്താനായി. പൂർത്തീകരിച്ചിട്ടോ. 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒരേ 1 കിലോമീറ്റർ. നമ്മളിതിനെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ അമ്പല വൈബ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഫുള്ള് അമ്പല വൈബേരാണ്. അപ്പോൾ രസമാണ്. ഓരോ പരിപാടിയൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഓർക്ക്
നമുക്ക് മടുപ്പ് വരും പെട്ടെന്ന്. കാരണം ഇത്ര ദൂരം നടക്കണം. അതൊരു സ്പിരിറ്റാണ്, ഒരു സ്പിരിച്വലാണ്. ഒരു മറ്റേ ശിവൻ ഭഗവാന്റെ പാട്ടൊക്കെ ഇട്ട് കണ്ട് കീട്ടിലായി കണ്ട് ഓരിങ്ങനെ കയറി നമ്മളെക്കാട്ടി ഇറച്ചി സ്പീഡുള്ളവർക്ക് വലിയ വലിയ വല്യന്മാരൊക്കെ ഉണ്ട്. എന്താണെന്ന് അർത്ഥം തിരിച്ചാതെ ഇങ്ങനെ നോക്കിക്കുക. കീട്ടിലെ സ്ഥലമാണ് മൊത്തത്തിൽ. എന്താ അല്ല മൂടാ ഉണ്ടോ? അല്ല രസമായിട്ട് ഇങ്ങനെ. ഞങ്ങൾ ശരിക്കും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ടെൻ്റടിക്കാനാണ് വിചാരിച്ചത്. ചില സാങ്കേതിക തകരാറുകൾ മൂലം അത് 4 കിലോമീറ്റർ അപ്പുറത്ത് ടെൻ്റടിച്ചു. നമ്മൾ ശരിക്കും ഇതൊരു അത്ഭുതം. കാരണം കേട്ടോ ഇവർ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഒരു കിടിലൻ സിറ്റിയാണ് പണിതിരിക്കുന്നത്. അതും ഇതിപ്പോൾ ഒരു എത്ര ഹൈറ്റ് ഉണ്ട് അവിടെ? 12,000 അടി ഉയർത്തി നമ്മൾക്ക്. ശരിക്ക് കഴിഞ്ഞ വർഷമൊക്കെ വന്നവർക്കൊക്കെ മഞ്ഞിട്ടി, നമുക്ക് മഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, നമ്മൾ അടുത്ത വർഷം വരും. അങ്ങനെ ആര് പറഞ്ഞേ? ദിൽഷാദ് പറഞ്ഞേ. പക്ഷെ ഞാൻ വരില്ല. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഒറ്റ വട്ടം 2 വട്ടം വന്നാൽ ഇതിൻ്റെ നമുക്ക് ആ ക്യൂരിയോസിറ്റി മൈൻഡ് പോകും. ഒറ്റ വട്ടം വരിക, എക്സ്പ്ലോർ ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെ മന്ദിരക്ക് എത്താൻ പോകുന്നു. കുറച്ചും കൂടി നടന്നാൽ ആകെ ക്ഷണിച്ചു. ഗൈസ് ഫൈനലി റീച്ചിങ് കേദാർനാഥ് ടെമ്പിൾ. 23 കിലോമീറ്റർ താണ്ടി ഇത് കാണാനാ വന്നത്. ഇതാണ് കേദാർനാഥ് ടെമ്പിൾ. 26 കിലോമീറ്റർ നടന്ന് വരുന്ന കാണേണ്ട സ്ഥലം. മഞ്ഞുമല. ഒരു നവംബർ പകുതിയൊക്കെ ആകുമ്പോൾ ഫുള്ള് മഞ്ഞാവും. ഇങ്ങനെ ഇറങ്ങാൻ പോകണം. 26 കിലോമീറ്റർ നടന്നിട്ട് നിങ്ങൾ നേരെ ഒരു വിധായി ഇന്ന് മുതൽ ക്ലോസ് ആണ്. നാളെ ഉണ്ടാവില്ല. നാളെ ബദ്രീനാഥ് അടക്കണം, കേദാർനാഥ് അടക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൽ എടുത്തേക്കാണ്. ഇനി 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ടെൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ്. എല്ലാ സാധനങ്ങളും കൊണ്ടുപോവാണ് അടിയിൽ. നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ പ്രകൃതി നമുക്ക് ഇങ്ങനെ നല്ല രസമുള്ള കാഴ്ചകൾ ഇങ്ങനെ തരും. ഇതും കണ്ടിട്ട് അങ്ങനെ ട്രക്ക് ചെയ്താൽ ഒട്ടകങ്ങൾ വരിയായി പോണ വരക്കാണ്. ഓവർ കൈതാ പോകണ്ട. എന്ത് രസമാണ്. ഇവിടുന്നാ വന്നത്. വെള്ളത്തിൻ്റെ ഒരു സ്പീഡ്. റീച്ചിങ് ഗോരിക്കുണ്ട്. 16 കിലോമീറ്റർ എത്താൻ വന്ന് ഗോരിക്കുണ്ടിലെത്തി. അയ്യോ, ഇവിടുന്നാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഗായ്സ്
സീന് മക്കളെ, ട്രെയിനാണിത്. സിറ്റി പോവുകയാണ്. ആർട്ടിസ്റ്റ് പോയിട്ട് വെച്ച് അങ്ങനെ ദീദിയുടെ ഷോപ്പ് കഴിഞ്ഞു ട്രിപ്പ് കഴിഞ്ഞു. ഇച്ചേക്ക് മാൻ